അങ്ങനെ വിവാദങ്ങളും കളിയാക്കലുകളും അപഹാസങ്ങളും പരിഹാസങ്ങളൊക്കെ മറികടന്നുകൊണ്ട് നാളെ മമ്മൂക്കയുടെ ഭ്രമയുഗം ഓസ്കർ വേദിയിൽ പ്രദർശിപ്പിക്കാൻ പോവാണ്. നാളെ പ്രാദേശിക സമയം 7:30 പ്രദർശനം ചെയ്യുന്നത്. മലയാള സിനിമാ ലോകം അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമാ ലോകം മമ്മൂട്ടിക്ക് മുന്നിൽ ശിരസ് നമിക്കുന്ന ദിവസമാണ്. മലയാളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരം മഹാനായ മമ്മൂട്ടി, പത്മഭൂഷൺ മമ്മൂട്ടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ നാളെ എന്താണ്? മമ്മൂക്കാടെ സിനിമ നാളെ സ്ക്രീനിങ് ആണ്. പരിഹാസങ്ങളെയും അതുപോലെ തന്നെ കളിയാക്കലുകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് തരണം ചെയ്തുകൊണ്ട് മമ്മൂക്കാടെ സിനിമ നാളെ പ്രദർശിപ്പിക്കുകയാണ്. മലയാളിയുടെ അന്തസ്സും അഭിമാനവും ലോകത്തിനു മുന്നിൽ വാനോളം ഉയർത്തിക്കൊണ്ടാണ് നാളെ സ്ക്രീനിങ്. ഒരു മലയാളിക്ക് എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു മലയാളിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന നിമിഷമാണ് നാളെ നടക്കാൻ പോണത്. ഒരു മലയാളി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു മലയാളിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ് നാളെ സംഭവിക്കാൻ പോകുന്നത്. മലയാള സിനിമാ ലോകം അല്ലെങ്കിൽ മലയാള സിനിമ ചരിത്രം മാറ്റി എഴുതപ്പെട്ട ഒരു താരം. അങ്ങനെ നാളെ ഹോളിവുഡ് ആരെ കാണാൻ പോവാണ്? മമ്മൂക്കാടെ ചാത്ര കാണാൻ വേണ്ടി പോവാണ്. മലയാളികൾ കണ്ടു, ഇന്ത്യ കണ്ടു. നാളെ ഹോളിവുഡ് മമ്മൂക്കാടെ ചാത്തന കാണാൻ വേണ്ടി പോകണം. കൊടുമൺ പൂറ്റിയെ കാണാൻ വേണ്ടി പോവാണ് നാളെ. ഇതിലും വലിയൊരു സന്തോഷം, ഇതിലും വലിയൊരു അഭിമാനം ഇനി മലയാളികൾക്ക് ഉണ്ടോ എന്നറിയില്ല, അല്ലെങ്കിൽ ഉണ്ടാകുമോ എന്നറിയില്ല. മലയാളിയുടെ അഭിമാനം, മലയാളിയുടെ അന്തസ് വാനോളം ഉയർത്തിയ ഒരേ ഒരു താരമുണ്ട് എങ്കിൽ അത് നമ്മുടെ മമ്മൂക്കയാണ്. മലയാളിയുടെ അന്തസ്സും അഭിമാനവും വാനോളം ലോക സിനിമയ്ക്ക് മുന്നിൽ എത്തിച്ച ഒരേ ഒരു വ്യക്തി, മലയാളത്തിന്റെ അഭിമാന താരം, അത് മമ്മൂക്കയാണ്. ഒരുപാട് കളിയാക്കലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കാക്ക് കഴിഞ്ഞ നാഷണൽ അവാർഡ് അതുപോലെ തന്നെ സംസ്ഥാന അവാർഡും കിട്ടിയപ്പോൾ ഈ കോഴിക്കാല് കടിച്ചു പറിച്ചതിനാണോ അവാർഡ് എന്ന് ചോദിച്ചതാണ്. കമന്റിലൂടെ അതുപോലെ വീഡിയോസിലൂടെ ഒക്കെ ചോദിക്കണം, ഒരു കോഴിക്കാല് കടിച്ചു പറിച്ചതിനാണോ അവാർഡ്? ഒരു കോഴിക്കാല് എങ്ങനെയാണ് കടിച്ചു പറിച്ചത്? വെറുതെ കടിച്ചു പറിച്ചതല്ലോ. അതിന്റെ ആ രൂപം അല്ലെങ്കിൽ അതിന്റെ ഭാവം, അത് കടിച്ചു വലിക്കുന്ന സമയത്ത്, അല്ലെ ചിക്കൻ കഴിക്കുന്ന കോഴി കഴിക്കുന്ന സമയത്തുള്ള ആ ഒരു എക്സ്പ്രഷൻ, അതൊന്ന് കാണട, അതൊന്ന് കാണ്. മലയാളിയുടെ സ്വകാര്യ അഹങ്കാരം മമ്മൂക്കാടെ ആ കോഴിക്കാല് എങ്ങനെയാണ് കടിച്ചു പറിക്കുന്നത് എന്നുള്ള ആ ഒരു രംഗം, ആ ഒരു സീന്, ആ എക്സ്പ്രഷൻ, അതൊന്ന് കണ്ടിട്ട് വലർത്ത്. അതാണ് പറഞ്ഞത്. കളിയാക്കലുകളും അപമാനിക്കലും അതുപോലെ തന്നെ പരിഹാസവും എല്ലാം താണ്ടിക്കൊണ്ട് ഓസ്കർ വേദിയിൽ നിന്ന് നിൽക്കുകയാണ് മമ്മൂക്കാടെ സിനിമ. അതായത് മമ്മൂട്ടി തന്നെയാണ് നിൽക്കുന്നത്. മലയാളത്തിന്റെ മെഗാസ്റ്റാറാണ് നിൽക്കുന്നത്. മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാറാണ്. ലോക സിനിമയുടെ നെറുകയിൽ നിൽക്കണം. എവിടെയാണ്? ലോക സിനിമയുടെ നെറുകയിൽ. നാളെ സ്ക്രീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക? നാളെ സ്ക്രീനിങ് കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമാ ലോകം നാളെ മമ്മൂട്ടിക്ക് മുന്നിൽ ശിരസ് നമിക്കുന്ന ദിവസമാണ്. ആ നിലയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് അറിയാം മലയാളത്തിന്റെ മൊത്തം മമ്മൂക്ക. ഇനി എന്തുണ്ടടാ? ഇനി ഏത് റോളുകളും, ഏത് അഭിനയത്തിന്റെ ഏത് ആവാഹനവും, ഏത് ലെവലുകളും, ഏത് രൂപങ്ങളും, പുതിയ തന്ത്രങ്ങൾ, പ്രയോഗങ്ങൾ, അതൊക്കെ മമ്മൂക്കയുടെ കയ്യിൽ ഭദ്രാണ്. മമ്മൂക്ക അതൊക്കെ ഇനിയും മൂർച്ച കൂട്ടിയിട്ട്, ഇനിയും മിനുക്കിയാൽ മിനുങ്ങുന്ന ഒരേ ഒരു നടനുണ്ട് എങ്കിൽ അത് മമ്മൂക്കയാണ്. അപ്പൊ ആ മമ്മൂക്ക ഇനിയും ഒരുപാട് ഒന്നുകൂടി മിനുക്കി രാഗി ഇങ്ങനെ തിളക്കം വരുന്നൊക്കെ പറയില്ല. രാഗി മിനുക്കി തിളക്കം വരിക എന്ന് പറയുന്ന പോലത്തെ ഇടപാട് മമ്മൂക്കാന് ഓരോ ദിവസം ചെല്ലും തോറും
ഓരോ നിമിഷം ചെല്ലും തോറും മമ്മൂക്കയുടെ അഭിനയത്തിന്റെ വെറൈറ്റി പെർഫോമൻസ് ജനങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെക്കണം. മമ്മൂട്ടി ദ ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത്. മമ്മൂട്ടി അറിയപ്പെടുകയാണ് മമ്മൂട്ടി ദ ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമ. അപ്പോൾ നാളെ ചരിത്ര മുഹൂർത്തമാണ്. ആ ചരിത്ര മുഹൂർത്തത്തിൽ ടിക്കറ്റുകൾ ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് അതും വിറ്റുപോയി കൂടി സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അപ്പോൾ ആ ലെവലിലേക്ക് മമ്മൂക്കാടെ ലെവലും റേഞ്ചൊക്കെ മാറി മറിഞ്ഞ് ഇപ്പോൾ പത്മഭൂഷൺ കിട്ടി. ഇനി ഒരുപാട് അവാർഡുകൾ കിട്ടാൻ വേണ്ടി കിടക്കണം. അതായത് ഒരുപാട് അവാർഡുകൾ ഇനിയും കിട്ടാൻ വേണ്ടി കിടക്കണം. ആരുണ്ടടാ മമ്മൂക്കാനായിട്ട് ഏറ്റുമുട്ടാൻ അഭിനയത്തിന്റെ കാര്യത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളുമില്ല. മമ്മൂക്കാടെ അഭിനയം എന്നും വ്യത്യസ്തമാണ്. ജനങ്ങളെ വിസ്മയിപ്പിക്കുന്ന ഒരു മജീഷ്യൻ. ഓരോ അഭിനയത്തിലും ഓരോ സിനിമ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴും മജീഷ്യനാണ് അദ്ദേഹം. ജനങ്ങളെ മാജിക് കാട്ടി വിസ്മയിപ്പിക്കുക, അഭിനയത്തിന്റെ മാജിക് കാട്ടി ജനങ്ങളെ അമ്പരപ്പിക്കുന്ന മനുഷ്യനാണ് മമ്മൂക്ക എന്ന് പറയുന്നത്. അപ്പൊ നാളെ മമ്മൂക്കയുടെ സിനിമ ഓസ്കാർ അക്കാദമി യൂണിവേഴ്സിറ്റിയിൽ പ്രദർശിപ്പിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് വേഷങ്ങൾ, പുതുമയാർന്ന വേഷങ്ങൾ, വെറൈറ്റി കഥാപാത്രങ്ങൾ ചെയ്യാൻ മമ്മൂക്കാക്ക് ഇനിയും സാധിക്കട്ടെ. ഇനിയും അവസരങ്ങൾ ഒരുപാട് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.